Hello guys, welcome back to the video. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 15,000 രൂപീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സൈഡിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതലും പറഞ്ഞ് ബോറടിപ്പിക്കാം, നമുക്ക് നേരെ വീഡിയോ. സോ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്, റിയൽമി P1. സോ ഒരു ബെസ്റ്റ് പെർഫോമൻസിലും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzന്റെ റിഫ്രഷ് ആണ്, 1200 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7050 ആണ്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ട് ഇല്ലാത്ത ക്യാമറയാണ് വരുന്നത്. പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ IP54 ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. LPDDR4X Plus UFS 3.1 ആണ് വരുന്നത്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 6+1 128GB ROM വേരിയന്റ് 13,980 രൂപീസിനാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, Moto G64. സോ അത്യാവശ്യം നല്ല പെർഫോമൻസിൽ നല്ലൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.5 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzന്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്, അതായത് ഇങ്ങനെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7025 ആണ്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസും ഒക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. പ്ലസ് 8 മെഗാപിക്സലിന്റെ ഒരു മാക്രോയും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫുൾ HD 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം 4K വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന സ്മാർട്ട് ഫോണോ നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫോൺസോ ഒക്കെ നോക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ IP52 വരുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ Dolby Atmos 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+1 128GB ROM വേരിയന്റ് 14,349 രൂപീസിനാണ് വരുന്നത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് CMF Phone 1 ബൈ നമ്മുടെ നത്തിങ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ ബാക്ക് പാനൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓരോ പാനലിനും 1500 1400 എന്തൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ പാനൽസ് ഒരു 3-4 എണ്ണമൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ദിവസം ബാക്ക് പാനൽ മാറ്റി ഇട്ടുകൊണ്ടൊക്കെ പോകാം. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് LTPS AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 2000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7300 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 2 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചാർജർ ഒന്നും ബോക്സിനകത്ത് ഇല്ല. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങണം. പിന്നെ അതും നമ്മുടെ CMF കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ചാർജ് ചെയ്യാം. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6+1 128GB ROM വേരിയന്റ് 14,650 രൂപീസിനാണ് വരുന്നത്. സോ 15,000 രൂപീസിന് താഴെ പരിഗണിക്കാവുന്ന അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലേക്ക് വെച്ച് വരുന്ന കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ വാങ്ങുമ്പോൾ ഒരു 3-4 ബാക്ക് പാനലും കൂടെ അങ്ങ് വാങ്ങിച്ചു വയ്ക്കുക. അപ്പം ഓരോ ദിവസം മാറ്റി ഇട്ടുകൊണ്ടൊക്കെ നടക്കാം. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്, സാംസങ് ഗാലക്സി M35 5G. സോ നിങ്ങളൊരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1000 nitsന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ Exynosന്റെ 1380 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ ഒന്നും ബാക്ക് ക്യാമറ ഒന്നും. സോ അത് കൊള്ളാം. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ NFC ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ടാപ്പ് ആൻഡ് പേ പരിപാടിയൊക്കെ നടക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. LPDDR4X Plus UFS 2.2 ആണ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6+1 128GB ROM വേരിയന്റ് 14,999 രൂപീസിനാണ് വരുന്നത്. സോ 15,000 രൂപീസിന് ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആണ്
ഒരു സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോണാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്. റിയൽമി നാർസോ 70 ടർബോ. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലും കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് OLED Pro XDR ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. 2000 Hz പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7300 എനർജി എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട്സിന്റെ സൂപ്പർ വൂക്ക് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 114 വരുന്നത്. സോ ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6+128GB RAM വേരിയന്റ് 16,999 rupees വരുന്നത്. അപ്പം 17,000 rupees നോക്കാവുന്ന ഒരു നല്ല സ്മാർട്ട് ഫോണാണ്. സോ ഇതൊക്കെയാണ് 15,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോകൾ കാണും വരെ ബൈ.